Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടൻ സംഭവിക്കാൻ പോകുന്നത്, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ലവ് ലൈഫിൽ നെക്സ്റ്റ് ഉണ്ടാകുക, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ എനർജി വൈബ്സ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുക. ഓക്കെ, നമുക്ക് നോക്കാം. എന്തൊക്കെ എനർജി വൈബ്രേഷൻസ് ആണ് നിങ്ങളുടെ ലവ് ലൈഫിൽ റിലേഷൻഷിപ്പിൽ സംഭവിക്കുക. ഓക്കെ, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരിക, എന്ത് സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫ് നിൽക്കുന്നത്. ഓക്കെ, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഉണ്ടാവുക. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പുതിയ റിലേഷൻഷിപ്പിൽ ആണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, റിലേഷൻഷിപ്പ് ന്യൂ ആണ്, ഒരു തുടക്കമാണ്. നിങ്ങൾക്കൊരു പേടിയുണ്ട്, ആള് വിട്ടുപോകുമോ, നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോകുമോ എന്നൊക്കെ ഒരു ഉള്ളിൽ ഭയം ഉണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ ഒരുപാട് വേദന അനുഭവിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ പുതിയൊരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേദന അനുഭവിച്ചതിന് ശേഷം അങ്ങോട്ട് പഴയ ആളെ തന്നെ പിന്നെയും അത് കൺവിൻസ് ചെയ്ത് ഇനിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിന്മേൽ പിന്നെയും അത് റിന്യൂ ചെയ്ത് വന്നതും ആകാം. മേ ബി അതൊരു ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ സ്റ്റാർട്ടാണ്. ഓക്കെ, പഴയതൊക്കെ മറന്ന് പുതിയൊരു എന്താ പറയുക, പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ അലേർട്ടായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്, എൻ്റെ പഴയ ഒരു എക്സ്പീരിയൻസ് ഇനി എനിക്ക് വരുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പഴയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് ചിലപ്പോൾ പഴയ അങ്ങനെ ആയിരിക്കാം, മേ ബി എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ, ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ പേഴ്സൺ നേരത്തെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യം ചെയ്തതിന് ശേഷം പിന്നെ വന്ന് കൺഫസ് ചെയ്ത് ഓക്കെ ഇനി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരോട് ഫർഗീവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഒരു റിന്യൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പിലായിരിക്കും. ഓക്കെ, എങ്ങനെയായാലും നിങ്ങളുടെ ഉള്ളിൽ പഴയ കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ട്, വളരെ ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്നത്, ഇപ്പോഴും ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തൊക്കെയോ ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അത് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇനിയും അത് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾക്കൊരു പേടി ഉള്ളിലുണ്ട്, ഇനിയും അതുപോലെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വരുമോ, ഞാൻ ഗിവ് അപ്പ് ചെയ്യേണ്ടി വരുമോ, എനിക്കിത് ഉപേക്ഷിച്ച് പോകേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് സസൂക്ഷ്മം ആ ഒരു റിലേഷൻഷിപ്പിനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പേടിയാണ്, പക്ഷേ പേടിക്കണ്ട. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ ഫുൾ ഓഫ് എനർജിയിൽ നിങ്ങളോടൊപ്പമാണ്. ഓക്കെ, താങ്ക് ഗോഡ്, ഫുൾ ഓഫ് എനർജിയിൽ നിങ്ങളോടൊപ്പമാണ്. നിങ്ങളെ എന്താ പറയുക, സ്നേഹത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ പ്രണയിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങളുടെ പേടിയൊന്നും ഇനി വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഒരു വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിച്ച കാലമൊന്നും ഇനി ഉണ്ടാകില്ല. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അദ്ദേഹം വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. വളരെ ആത്മാർത്ഥതയുള്ള, വളരെ സിൻസിയറായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓർക്കുക, ഈ റിലേഷൻഷിപ്പ് റീഡിങ് ഒരു ജനറിക് റീഡിംഗ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്.
സോ എല്ലാവരുടെ എനർജിയുമായിട്ട് ഇത് കണക്ട് ചെയ്യണം എന്നില്ല. ഓക്കെ ഓക്കെ, റെസണേറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിൽ എനിക്ക് കാണാൻ കഴിയുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ ഇവിടെ റീഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പുതിയ സ്റ്റാർട്ടാണ്. അതായത് റിലേഷൻഷിപ്പിലൊരു പുതിയതായിട്ട് അല്ലെങ്കിൽ എല്ലാം ഫർഗീവ് ചെയ്ത് ഒരു പുതിയ തുടക്കം. നിങ്ങളുടെ ഉള്ളിൽ പഴയ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പഴയ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു പേടി നിങ്ങൾക്കുണ്ടാവാം. നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ, അല്ലെങ്കിൽ പഴയ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ പണ്ടുണ്ടായ അനുഭവങ്ങൾ പിന്നെയും ഉണ്ടാകുമോ എന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ പഴയ ആ ഒരു നിങ്ങളുടെ എന്താ പറയുക, പാസ്റ്റ് മറന്നുകൊണ്ട് ആ വേദനകളെല്ലാം ഉള്ളിൽ ഒതുക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഇതിനകത്ത് സ്നേഹം നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാകുമെന്നുള്ളത്. പക്ഷെ പേടിക്കേണ്ട, വളരെ നല്ല ഒരു ഔട്ട്കമാണ് കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ 100% ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി ലെവൽ അങ്ങനെയാണ്. സോ ഇനിയുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈൻ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, ഗ്രേറ്റ്. യെസ്, ഓഫ് കോഴ്സ്. നോക്കൂ, വളരെ എന്താ പറയുക, ഇറ്റ്സ് എ മാജിക്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാജിക് ആണ് സംഭവിക്കുന്നത്. ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇനി വരുന്ന ദിവസങ്ങൾ വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള ദിവസങ്ങളാണ് വരിക. ഓക്കെ, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ നിങ്ങളുടെ ഉള്ളിലുള്ള പേടി, എന്നെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള പേഴ്സൺ നിങ്ങളെ 100% സ്നേഹിക്കുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കാം. ഈ റിലേഷൻഷിപ്പ് ഭയങ്കര സന്തോഷകരമായി പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായ വേദനകൾ നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റുക. എന്നിട്ട് ഇപ്പോൾ ഉള്ള എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ലൈഫ് അറ്റ് പ്രസന്റിൽ ഇരിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ എന്താ പറയുക, മനസ്സിനെ വിഷമിപ്പിക്കരുത്. പ്രസന്റിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അറ്റ് പ്രസന്റ് കുറേ നാളത്തേക്ക് നമ്മളിപ്പോൾ നോക്കിയത് ഈ ഒരു മന്ത് അല്ലെങ്കിൽ ഒരു 2-3 വീക്സ് ആണ് നോക്കുന്നത്. ആ ഒരു എനർജി, ആ ഒരു വൈബ് നല്ലതാണ്. വളരെ പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് എനിക്ക് ഈ റീഡിങ്ങിൽ ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ചെറിയ പേടി മാത്രമാണ് ഉള്ളത്, എനിക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള പേഴ്സൺ നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഒരു സോൾ കണക്ഷനായിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് നിങ്ങൾക്ക് പേടി വരുന്നതും. ഇത്രയുമൊക്കെ ഞാൻ അടുത്തിട്ട് പിന്നെ എൻ്റെ പഴയ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്കൊരു പേടി, അതാണ് ഉണ്ടാകുന്നത്. പക്ഷെ പേടിക്കേണ്ട, നിങ്ങളുടെ സോൾ കണക്ഷനാണ്, സോൾമേറ്റ് ആണ്. സോ ഗോ അഹെഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യുക, അല്ലാത്തവ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ഹാവ് എ നൈസ് ഡേ.